അമേരിക്ക ഇറാനുമായുള്ള ഒരു കരാറിന് അടുത്തെത്തിയെന്നും ആ കരാർ പ്രകാരം അമേരിക്കയ്ക്ക് സൗജന്യമായി എണ്ണയും ഹോർമുസ് കടലിടുക്കിൻ്റെ സേവനവും നൽകുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ പരിഹസിച്ചിരിക്കുകയാണ് ഇറാനിലെ സർക്കാർ മാധ്യമങ്ങൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനക്കോട്ട കെട്ടുകയാണെന്നും ട്രംപിന്റെ ഒരു മാധ്യമ സംവാദത്തിന്റെ ക്ലിപ്പ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചുകൊണ്ടും ഇറാൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് രൂക്ഷമായി തന്നെ പരിഹസിച്ചു. അതോടൊപ്പം ഒരു പേർഷ്യൻ പഴഞ്ചൊല്ലും IRIB പങ്കുവച്ചിരുന്നു. ദ ക്യാമൽ ഡ്രീംസ് ഓഫ് കോട്ടൺ സീഡ്, സംടൈം ഗൾപ്പിംഗ് ഇറ്റ് ഡൗൺ, സംടൈം ഈറ്റിംഗ് ഇറ്റ് ഗ്രെയിൻ ബൈ ഗ്രെയിൻ. അതായത് ഒരിക്കലും സാധ്യമല്ലാത്ത ആഗ്രഹങ്ങളോ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ സ്വപ്നം കാണുന്ന ഒരാളെ വിവരിക്കാനാണ് ഈ പഴഞ്ചൊല്ല് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായിരുന്ന അലി ഖമനൈ നേരത്തെയും ഡൊണാൾഡ് ട്രംപിനെ പരിഹസിക്കാൻ ഇതേ വാചകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരു സമാധാന കരാറിന് വളരെ അടുത്തെത്തിയതായും ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചെന്നും ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ചയാണ് പറഞ്ഞത്. അതേസമയം ഇറാൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധത്തിന്റെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ പുറത്തുവിട്ടു. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിനെ അമേരിക്കൻ നാവികസേന തടഞ്ഞുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അമേരിക്കൻ നാവികസേനയുടെ USS മൈക്കൽ മർഫി എന്ന യുദ്ധക്കപ്പൽ MV മോളി എന്ന ചരക്ക് കപ്പലിനെ തടയുന്നതാണ് പുറത്തുവന്ന വീഡിയോയിൽ കാണുന്നത്. കപ്പലിലെ ജീവനക്കാരെ അമേരിക്കൻ നാവികർ ഈ ഉപരോധത്തിന്റെ കാര്യം അറിയിക്കുകയും മറ്റൊരു തുറമുഖത്തേക്ക് പോകാനായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാന്റെ തുറമുഖങ്ങളെയും തീരപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധത്തിൽ 10,000-ൽ അധികം സൈനികരും 12-ൽ അധികം യുദ്ധക്കപ്പലുകളും 100-ലധികം വിമാനങ്ങളും പങ്കുചേരുന്നുണ്ടെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നിലവിൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഹോർമുസ് പ്ലാനിന്റെ ഭാഗമായാണ് ഈ നടപടി. ഉപരോധം വിജയകരമായി മുന്നോട്ട് പോവുകയാണെന്നും ഒരു കപ്പൽ പോലും അമേരിക്കൻ നാവികസേനയെ മറികടന്ന് പോകാൻ ശ്രമിക്കുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും മറിച്ച് ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം മാത്രമാണ് തടയുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും ഉപരോധം കർശനമായി തുടരുകയാണ്. ഈ ഉപരോധം മേഖലയിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളും ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകില്ല. ലോകത്തിലെ 10 യുദ്ധങ്ങൾ താൻ ഒഴിവാക്കി എന്നതടക്കം ഇറാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തീർത്തും ബാലിശമായ അഭിപ്രായങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ട്രംപിന്റെ ഈ പ്രസ്താവനകളെ രൂക്ഷമായി പരിഹസിക്കാൻ തയ്യാറായത്.